പ്രകാശമേ അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുവാത്മാവിലാശമീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും തിരുനാമത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കിപ്പോൾ സങ്കീർത്തനം 91 തന്റെ തോലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ശിലുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പർവ്വതനഷ്ടത്തെയും നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ സമർപ്പിച്ചു. ഒരിക്കലും നിനക്ക് വധിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ വാക്കുകളോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തെയും മഴയുടെയും നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും ചവിട്ടിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമമായിരുന്നുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സെയും ഞാൻ അവനെ സ്വന്തത്തിലാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്ഥാപിച്ച് അനുഗ്രഹിച്ച ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്നേ ദിവസം മനസ്സമ്മതത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മകൻ ജോബിനെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെയും മാർയൗസേപ്പ് പിതാവിനെയും പോലെ ദൈവസ്നേഹത്തിലും വിശ്വാസ ജീവിതത്തിലും സമാധാന ജീവിതം നയിക്കുവാൻ മകനെ അനുഗ്രഹിക്കണമേ എന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സമാപന പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ നന്മകളെ ഓർക്കുന്നു. കുടുംബത്തെ സ്ഥാപിച്ച് ദാമ്പത്യ ജീവിതത്തെ ആശീർവദിക്കുന്ന അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ കരം ഇന്ന് ഈ മനസമ്മതം നടത്തുന്ന ഞങ്ങളുടെ പ്രിയ മകൻ ജോബിൻ്റെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. അങ്ങയുടെ ഈ മകൻ്റെ പ്രസാദപര ജീവിതം വഴി സ്വർഗത്തിൻ്റെ കടാക്ഷവും കൃപയും സ്വീകരിക്കുവാൻ ഇടയാവട്ടെ. ദൈവപിതാവിൻ്റെ അനുഗ്രഹവും പുത്രനായ യേശുവിൻ്റെ ആശീർവാദവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇന്നും ഇവൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ
പാപത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. On an open sea, be the one that's guiding me. Let's get lost in my imagination. Our moments reawaken, consciously captivated when you're on my mind. Every wall is breaking, endlessly this world that we're creating in my imagination. In my imagination. In my imagination. Afternoon, I can picture you walking with your father at your side. In the summer heat, California speaks softly like she's making up her mind.
through your shining eyes, sweet like Jeffrey Pines. I pretended I could read your thoughts. Now it's just the truth. Seems our hearts are fused, soldered like the gold your sister brought. ജോബിൻ, അലീന, പ്രിയപ്പെട്ട അവരുടെ മാതാപിതാക്കളെ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്ന പ്രത്യേകിച്ച് മാസമാക്കിന് വേണ്ടി നമ്മുടെ അവധിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോബിൻ അലീനയും അവരുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ വിവാഹ ജീവിതത്തിന് ഒരുക്കമാണ് എന്നുള്ള ഒരു സമ്മതം വഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഇവരുടെ തീരുമാനം ദൈവം ആശീർവദിക്കുന്നതിനായിട്ട് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കാഴ്ചാഗ്രഹം ഇടവകയെന്ന് കൊണ്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുക. ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചേച്ചനും ആണ്. ചേച്ചനാകട്ടകളിൽ അച്ഛൻ അലീനയുടെ ഭാവനാണ് ടോമീസ്. അച്ഛൻ്റെ കൂടെ നമ്മളോടുകൂടി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവസ്വനുണ്ട്. അച്ഛൻ പതിപ്പള്ളി വേറൊരു കുടുംബാംഗമാണ്. ഇവിടെ കുടുംബാംഗം തന്നെയാണ്. അതുപോലെ അച്ഛൻ അച്ഛനിപ്പോൾ തലശ്ശേരിയുടെ ആദ്യം മിനിസ്ട്രിയിൽ ശുശ്രൂഷിക്കാൻ അച്ഛൻ കുടുംബാംഗമാണ്. അതോടൊപ്പം തന്നെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ മാനന്തവാടി രൂപതയിൽ മാനന്തവാടി കമില്ലസ് സെമിനാരിയിലെ അച്ഛനും രണ്ടുപേരെയും വില്യസിനെയും മിക്സസിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വൈദികരോട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചോദിക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ തീരുമാനം ഏറ്റവും അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹം വരികയും ചെയ്യും. ഈ ഭാഗത്തു നിന്ന് ഓരോ സാക്ഷികളും കൂടി മുന്നോട്ട് വരിക. സ്നേഹമുള്ള ജോബിൻ, രണ്ടുപേരെയും മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹപാഠികളെ, നമുക്കെല്ലാവർക്കും ഈ ദേവാലയത്തിൽ അലീനയുടെയും ജോബിൻ്റെയും വിവാഹ വാഗ്ദാന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഇവരെ രണ്ടുപേരെയും ദൈവത്തിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധയുടെയും സഹായവും ഇപ്പോഴും ഇവരുടെ ഈ പുതിയ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യന് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയും മനുഷ്യവംശം നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുൻപിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ ജോബിനെയും അലീനയെയും സ്വതന്ത്ര മനസ്സോടും
തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് നല്ലവരാണ് അനുഭവിച്ചറിയുകയും ഇസ്ഹാഖിനെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനങ്ങൾ ജനിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാമെന്ന് പറയാം. കർത്താവിനെ കേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം നേടി അതിനെ പിന്തുടരുവിൻ. ഇസ്ഹാഖിന്റെ ഭാര്യയെ കണ്ടെത്താൻ കർത്താവേ, വിവാഹവാഗ്ദാനത്തിന് ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ നൽകിയിട്ടുള്ളതുമെന്നാൽ പ്രജ്ഞ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങേ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവേ, നമ്മുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റേതു നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാലനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതമായും ദൈവീകമായ കൽപ്പനകളുടെ മഹത്വം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ അരുണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും നമ്മുടെ കരുണയാലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പാടിടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:25 മുതലുള്ള വചനങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശപ്പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളത് നാളെ അലങ്കരിക്കപ്പെടുന്നതുമായ പുല്ലിന്റെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവായിരിക്കും. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിച്ച സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ അലീന, ജോലി, നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടി തന്നെ നേർന്നുകൊള്ളുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ കല്യാണത്തിനും പ്രത്യേകിച്ച് മനസ്സമ്മതത്തിനൊക്കെ പള്ളിയിൽ ആൾക്കാർ വളരെ കുറവാണ്. അതിനുശേഷം റിസപ്ഷനൊക്കെ അനവധി ആൾക്കാർ കാണും. പക്ഷേ ഇന്ന് ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഏകദേശം പകുതി പള്ളിയുടെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രാധാന്യത്തിന് ഉപരിയായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ വേറൊരാള് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം അത്രയധികമായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയില്ല, അല്ലെ? സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയ സ്വപ്നങ്ങൾക്ക് മുമ്പേ വളരെ മനോഹരമായിട്ട് നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നം കണ്ട ഒരാളുണ്ട്, അത് ദൈവമാണ്. ആ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരം, ഒരു പകുതി സാക്ഷാത്കാരമാണ് ഇന്ന്. അതിന്റെ ഒരു പകുതി, ഒരു കുറച്ചും കൂടെ സാക്ഷാത്കാരം 2 ദിവസത്തിന് ശേഷം ഒരു വിവാഹമാണ്, അല്ലെ? പിന്നെ ഈ സാക്ഷാത്കാരം എന്നുള്ളത് നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം. അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സമ്മതത്തിനായിട്ട് ഒന്നേർപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ തന്നെയുള്ള വിവാഹ വാഗ്ദാനം, മനസ്സമ്മതം, ഈ 2 ടൈംസാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സമ്മതം വളരെ അർത്ഥസമ്പുഷ്ടവും കേൾക്കാൻ ഇമ്പവുമുള്ള ഒരു വാക്കാണ് മനസ്സമ്മതം. എന്താണ് മനസ്സമ്മതം? മനസ്സിന്റെ സമ്മതം. അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് ഒരു സമ്മതം കാണും. അപ്പോൾ നമ്മുടെ ശരീരം എന്നുള്ളത് നമ്മളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ബ്രെയിൻ പറയുന്നത് എന്തോ അത് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഞാനിങ്ങനെ കൈ ചലിപ്പിക്കുന്നു, ബ്രെയിനിന്റെ കമാൻഡ് അനുസരിച്ചാണ് ഞാൻ കൈ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ തലച്ചോറ്, നമ്മുടെ മനസ്സ് സമ്മതം കൊടുത്താൽ മാത്രമേ നമ്മളുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ഈ മനസ്സിന്റെ സമ്മതം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ എന്താ പറ്റും? അല്ലെങ്കിൽ അതൊരു ബാഹ്യമായ പ്രേരണ ചെയ്യുന്ന ഒന്നായിരിക്കും. അതുകൊണ്ടാണ് വിവാഹത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത് കൺസെന്റ് ആൻഡ് ഫ്രീഡം. 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് സമ്മതവും, പിന്നെ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് പോലും. അതായത് ബാഹ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള
ഇല്ലാത്ത ഒരു ഉദാശയാണ് വിവാഹം എന്നുള്ളത്. അത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അത് നമ്മൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ ഈ മനസ്സമ്മതത്തിൽ നമ്മൾ സമ്മതം പറയാനുള്ള ഇതിൽ നിങ്ങൾ രണ്ടുപേരും സമ്മതം കുറച്ച് ആൾക്കാർ പറയുന്നത് 4 പേരോട് നിങ്ങൾ സമ്മതം പറയുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സമ്മതം എന്നുള്ളതും തിരുസഭ നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ്. വിവാഹത്തിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിനും അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ ഇരുത്തി വിചിന്തനം ചെയ്ത് ഈ വിവാഹം എന്നുള്ള ഉദ്ദേശ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞതാണെന്ന് വളരെ കൃത്യമായിട്ട് സഭ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അത് ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തണമെന്ന് വളരെ കൃത്യമായിട്ട് സഭ നിങ്ങളോട് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ 4 പേരോട് നിങ്ങൾ ഇന്ന് പരിപൂർണമായിട്ട് സഭ പറയാണ് ഈ വിവാഹത്തിന് ഒരുക്കമാണ്. ആദ്യത്തെ ആള് ദൈവമാണ്. അപ്പോൾ ദൈവത്തോട് നിങ്ങൾ സഭ പറയാണ്, ദൈവമേ ഞാൻ അലീനയെ അല്ലെങ്കിൽ ഞാൻ ജോബിനെ സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് വളരെ കൃത്യമായിട്ട് പൂർണ്ണ ബോധ്യത്തോട് തന്നെ നിങ്ങൾ സമ്മതം പറയുക. അപ്പോൾ ഇത് ഒരു ചില്ലറക്കാരിലല്ല, ദൈവത്തിന് മുന്നിൽ പറയുന്ന സമ്മതമാണ്. രണ്ടാമത്തെ ഒരു സമ്മതം പറയുന്നത് സമ്മതത്തോടാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ സമ്മതം പറയണം. നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുടെ എല്ലാവരോടും നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പരസ്പര വിവാഹം കഴിക്കാൻ സംബന്ധിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സമ്മതമാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നിങ്ങളോട് തന്നെ സമ്മതം പറയണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം പറയുന്നു. ജോലി അല്ലെങ്കിൽ പറയുന്നു, അല്ലെങ്കിൽ ജോലിയോട് പറയുന്നു, സമ്മതമാണെന്ന് അറിയിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന സമ്മതമാണ്. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, വിവാഹത്തിന്റെ അന്ന് സമ്മതത്തിന്റെ സമയത്ത് പറയുന്നു. അപ്പോൾ നിങ്ങളിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, എനിക്ക് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്. നാലാമത്തെ കാര്യം, നീ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാകുന്നത്, ഇനി അവശേഷിച്ചയാള് വ്യക്തിയോട് തന്നെ. അപ്പൊ ജോബിനോട് പറയാണ് ഞാൻ കല്യാണത്തിന് സമ്മതമാണ്, അലീനയോട് പറയാണ് ഞാൻ കല്യാണത്തിന് സമ്മതമാണ്. അല്ലെങ്കിൽ ഇത് സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ വിൽ ആൻഡ് കൺസെന്റ് അതോടെ ബ്രേക്ക് ആക്കിയതാണ്. അപ്പോൾ ഇപ്പൊ ഈ 4 താളങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു സമ്മതം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭാഷയായിട്ട് മാറിപ്പോകും. അതിനെപ്പം വേണമെങ്കിലും ഭംഗം വരാം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അച്ഛൻ ഏറ്റവും ആദ്യം സാക്ഷിയുടെ സമൂഹത്തിൽ നിൽക്കുന്ന വളരെ പ്രത്യേകമായിട്ട് പറയുന്നതിന് കാര്യം തന്നെയാണ് സമ്മതം നമ്മൾ അറിയിക്കുകയാണ്. ഈ ലോകത്തോട്, സഭയോട്, ദൈവത്തോട്, പരസ്പര ദമ്പതിമാരോട് സ്വയം തന്നെ പറയുകയാണ് വിവാഹത്തിൽ സമ്മതമാണ്. ഇപ്പോൾ വിവാഹം എന്നുള്ളൊരു ഉദാഹരണത്തിൽ 2 ദിവസം കഴിഞ്ഞ് സ്വീകരിക്കാൻ പോകാൻ പറഞ്ഞു. ഇത് അത്രയധികം പ്രാധാന്യമാണുള്ളതാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. സഭ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വിവാഹം എന്നുള്ളത് ഉടമ്പടിയാണ്. ഇതൊരു കോൺട്രാക്ട് അല്ല, കരാറല്ല. കരാർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ 2 വ്യക്തികൾ വരുന്നു, ഒരു പേപ്പറിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് 1, 2, 3 ഇതെല്ലാം എഴുതി വെച്ചിട്ട് അവർ പറയുന്നു ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അപ്പോൾ അത് അവർ പേരെഴുതി സൈൻ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഈ ഏതെങ്കിലും ഒരു കാര്യം അവർ ലംഘിക്കുകയാണെങ്കിൽ അത് ആ നിമിഷം തൊട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഇൻവാലിഡ്. അതായത് ആ നിമിഷം തൊട്ട് ഇത് ടെർമിനേറ്റഡ് ആണ്, ആ കരാറ് ടെർമിനേറ്റഡ് ആണ്, പിന്നെ ഒരിക്കലും അതിന് സാധ്യതയില്ല. പക്ഷെ വിവാഹം എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു സമ്മതി പത്രമാണ് ഉടമ്പടി. ഇപ്പോൾ ഈ ഉടമ്പടിയെ കുറിച്ച് ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലാണ്. ദൈവവും ദൈവജനവുമായിട്ടുള്ള ഉടമ്പടി. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ആ ഉടമ്പടി അതിനെ സാധൂകരിക്കുന്നത്, അതിനെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞാടിന്റെ രക്തം ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട്. അപ്പോൾ അതുവഴി എന്താണ് പറയുന്നത്? ഈ ഉടമ്പടി നിങ്ങളുടെ പേര് ഇന്നു മുതൽ വളരെ കൃത്യമായിട്ട് ദൃഢമായിട്ട് നിങ്ങളുടെ പേര് ഈ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്നുള്ളത്, ഈ രക്തം എന്നുള്ളത് ജീവന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അവർ ഈ കഴുത്ത് ഞെരിച്ച് യാതൊന്നിനെയും അവർ ഒഴിവാക്കില്ല. അതുകൊണ്ട് ഈ രക്തം തളിക്കുമ്പോൾ ദൈവം അവരോട് പറയുന്നു, അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളുടെ ജീവന്റെ വിലയായിട്ട് ഞങ്ങൾ ഈ ഉടമ്പടി കാത്തു സൂക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഇന്നും അതിൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങളുടെ ജീവന്റെ വിലയായിട്ടാണ് നിങ്ങൾ ദൈവത്തിൽ എടുക്കുന്ന ഈ ഉടമ്പടി എന്നുള്ളത്. കൃത്യമായിട്ട് ഈശോ അത് തന്നെയാണ് അന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന
സമ്മതിപത്രത്തിൽ ഈശോയോട് പ്രതിജ്ഞയോടുകൂടി പറയുന്ന കാര്യം ഇതാണ്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും നിൽക്കുന്ന വളരെ കൃത്യമായിട്ട് നിങ്ങൾ ദൈവത്തിൽ പറയുകയാണ്. ഫുൾട്ടൻ ജേഷി പറയുന്നുണ്ട്, 3 പേരാണ് വിവാഹിതരാകുന്നത്. നിങ്ങൾ 2 പേരും വിവാഹിതരാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് യേശുവിനെ വിവാഹത്തിലാവുകയാണ്. അപ്പോൾ യേശുവിനെ കൂടിയാണ് നിങ്ങൾ വിവാഹം കഴിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങൾ 2 പേരോടും അല്ല. ഏറ്റവും പ്രധാനമായിട്ട് ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്, സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ മക്കൾ, നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ എല്ലാവരും നിങ്ങളോടുകൂടിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് നിങ്ങളോട് ആയിരിക്കുന്നു. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളോടുകൂടിയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവം നിങ്ങളോടുകൂടിയുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. തോബിത്ത് പുസ്തകത്തിൽ തോബിയാസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഇങ്ങനെയാണ് തോബിയാസ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, അനാദികാലം നീ എനിക്ക് ഇടയായിട്ട് നിശ്ചയിച്ച ആളെ എനിക്ക് നൽകിയാലും ഞാൻ നിങ്ങളെ സ്വന്തമാക്കുന്നത് ജഡികാഭിലാഷത്തിലല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള പ്രണയത്തിലാണ്. മരണം വരെ ഒന്നിച്ച് ജീവിക്കുവാൻ, ഒരുമയോടുകൂടി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകുമെന്ന് തോബിയാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന നിങ്ങൾ 2 പേരുടെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും കൂടെ പിടിച്ചു നിൽക്കേണ്ടത് നിങ്ങളുടെ ദൈവത്തെ തന്നെയാണ്. ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. നിങ്ങൾ ആമയുടെയും മുയലിന്റെയും ഓട്ടത്തിന്റെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓട്ടത്തില് ആമ ജയിച്ചു, അലസനായ മുയൽ തോറ്റു. പിന്നീട് മുയൽ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇനി ഓരോ ഓട്ടം കൂടെ നമുക്ക് സംഘടിപ്പിക്കാം, അത് 5 കിലോമീറ്ററാണ്. അപ്പോൾ ആ 5 കിലോമീറ്റർ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ അവർ കൂടി ആ ഓട്ടത്തിൽ മുയൽ വളരെ മുന്നിലെത്തി. മുയൽ ഉറങ്ങിയില്ല, ആമ വളരെ പുറകിലായിട്ട് ഫിനിഷ് ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു, നമുക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്ത് ഒരു 10 കിലോമീറ്റർ ഓടണം. അവരങ്ങനെ തയ്യാറെടുത്തു. രാവിലെ അവർ ഓടാൻ തുടങ്ങി. ഓടി കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ മുയൽ മുന്നിലായിരുന്നു. പക്ഷെ മുയൽ നിന്നു. കാരണം തൊട്ട് മുന്നിൽ ചെറിയൊരു തട മുയലിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആമ പറഞ്ഞു, മുയലിന്റെ വിഷം മനസ്സിലാക്കി പറഞ്ഞു, കുഴപ്പമില്ല, നീ എന്നെ പുറത്ത് കയറിക്കും, ഞാൻ നിന്റെ നീന്തി മറുകരയിലെത്തില്ല. അങ്ങനെ മുയൽ ആമയുടെ പുറത്ത് കയറി അപ്പുറത്തെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു കുന്നാണ്. ആമ വളരെ ക്ഷീണിച്ച് കൊണ്ടുപോയി. അപ്പോൾ മുയൽ ആമയുടെ വിഷമം കണ്ടിട്ട് മുയൽ പറഞ്ഞു, നീ എന്റെ ചുമലിൽ കയറിക്കും, ഞാൻ നിന്നെ മുകളിലെത്തില്ല. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് ഫിനിഷിൽ ക്രോസ് ചെയ്തു. അപ്പം നിങ്ങൾ തുടർന്ന ജീവിതം ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും പരസ്പരം താങ്ങായിരിക്കണം. ഉയർച്ച താഴ്ചകളുണ്ടായിരിക്കും. അപ്പോൾ മത്സരിച്ച് അതിനെ മുന്നോട്ട് പോകുന്നത് സ്നേഹത്തിൽ മത്സരിച്ച്, ദൈവസ്നേഹത്തിൽ മത്സരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായും നടത്തുന്ന ഉടമ്പടിയിലും മരണം വരെ നിലനിൽക്കുന്ന ബന്ധമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസന്റെ മേൽ കരുണയുണ്ടാകണം. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം
പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജോബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അലീനയെ ഇതിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വിന്നി വാഗ്ദാനം ചെയ്തു. അലീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ ജോബിനെയും അലീനയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നമ്മൾ വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായി വിവാഹ വാഗ്ദാനം ചെയ്ത ആസിനുമേൽ അങ്ങയുടെ കാരണത്തിന്റെ വലങ്കയിൽ നിൽക്കണമേ. ഞങ്ങളെ അമ്മയാവലത്തെ നാഥനായ മാറിവിശേഷിന്റെയും ഞങ്ങളുടെ പിതാവായ മാക്കുമാസിഹായുടെയും പ്രാർത്ഥന ഇവിടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥർക്ക് സംരക്ഷണവും സഹായവുമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ആശീർവാദ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമ്മയുടെ ദേവാലയത്തിൽ നിന്നുമായിരിക്കുമ്പോൾ ജോബിനെയും അലീനയെയും പരിശുദ്ധമ്മയുടെ വീടുകളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരെയും പ്രത്യേകിച്ച് വികാരിച്ചനാണ് എല്ലാ ഒരുക്കങ്ങളും ഇതിനുവേണ്ടി ചെയ്തത്. അതുപോലെ എൻ്റെ വലത് സൈഡിൽ നിൽക്കുക അലീനയുടെ പപ്പായുടെ അമ്മച്ചിയുടെ സഹോദരനാണ് ദേവസ്യാച്ചൻ മീററ്റ് രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് നിൽക്കുക പ്രിൻസസ് മാനന്തവാടി കോൺഗ്രസ് അഡ്മിനിസ്ട്രേറ്ററായ ശുശ്രൂഷയിലാണ്. ജോർജ് കളരിയിൽ വെച്ച് ഞങ്ങളതിനെ ഒരു കുടുംബ ബന്ധുവാണ്. അച്ഛൻ ഞങ്ങളെ എല്ലാ കുടുംബത്തിലെ എല്ലാ ശുശ്രൂഷകളിലും എന്ത് കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന അച്ഛനാണ്. വികാരിച്ചനെ ഞാൻ പ്രത്യേകം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടോമിയച്ചൻ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അതുപോലെ ബെന്നിയച്ചൻ മാനന്തവാടി കോൺഗ്രസ് സെമിനാരിയിലെ റെക്ടറസിനാണ്. ഞങ്ങളുടെ സഭയുടെ കൗൺസിൽ അംഗം കൂടിയാണ്. അച്ഛന്മാരെല്ലാവരെയും അലീനയ്ക്കും ജോബിനും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥനയിലും ആസ്വദിക്കാനായിട്ട് മുന്നോട്ട് കടന്നതിന് നന്ദി പറയുന്നു. I've
to find. There's endless memories we're gonna make in time. Welcome to Jobin Chandran's and Alina Chechi's betrothal reception. Today calls for a grand celebration, and it's our distinct pleasure to introduce to you Alina and Jobin. Let's welcome them to the stage. സഭയ്ക്കും സമൂഹത്തിനും മുമ്പാകെ ഒന്നായി ഒറ്റ മനസ്സായി ജീവിക്കാൻ ജോബിനും അലീനയും മനസ്സറിയിച്ച ഈ ധന്യസുദിനത്തിൽ സാക്ഷ്യം വഹിക്കാനാണ് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഒരുക്കങ്ങളുടെയും ഒരു റിസൾട്ടാണ് ഇന്നത്തെ ഈ സുദിനം. ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർക്കായിട്ട് our handsome groom Mr. Jobin Simon from the Kurishikal family is the son of Mr. Simon KJ and Mrs. Stella Simon. He is a chemical engineer and is currently working in UK. Our beautiful bride Miss Alina George from the Moolakal family is the daughter of Mr. George MC and Mrs. Tessie George. She completed a master in pharmacy and is currently working at St. John's Medical College in Bangalore. ജീവിതത്തിൽ അവരുടെ പാരൻസിന്റെയും സഹോദരങ്ങളുടെയും സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടായിരുന്നതുപോലെ ഇനി അങ്ങോട്ടും ഇവർ ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഇന്നോളം ജോബിന്റെയും അലീനയുടെയും ജീവിതത്തിൽ അവരുടെ പാരൻസിന്റെയും സഹോദരങ്ങളുടെയും സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടായിരുന്നതുപോലെ ഇനി അങ്ങോട്ടും ഇവർ ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് എന്നും താങ്ങായി തണലായി നമ്മളെല്ലാവരും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൊടുക്കുവാനും ഈ നവവധൂവരന്മാരെ അനുഗ്രഹിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്ര ബ്യൂട്ടിഫുൾ ആയി കാണാനായിട്ട് ഇവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെക്കാൾ അധികമായി ആഗ്രഹിച്ചതാണ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്. അവരെ കൂടി നമുക്ക് ഈ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാം. We would like to invite Alina Chechi's family onto the stage. I dream about you, girl. I will never let you go. You're in my soul. I won't forget you, girl. You left me all alone. I hate that I love you, girl. I promise you, promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I want
promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again.
straight to the depths of me. Our hearts beat the loudest sound as the world's spinning round. And I have everything I need when I'm with you. When I'm with you. You're everything to me, everything to me. You're everything to me, my love. You're everything to me, everything to me. You're everything to me, my love.
can't believe that your love has come to me. And forever I'll hold on to. I'm gonna hold on to you. And I won't look back to things in the past, 'cause I know that I found forever in the love that we have. And all I see and all that I did could never come close to the feeling that I get from you. Oh, never gonna let you go. Oh, I wanna hold on to this feeling that I'm feeling, and I can't believe that your love has come to me. And forever I'll hold on to. Gonna hold on to you. Never gonna let you go. I wanna hold on to this feeling that I'm feeling, and I can't believe that your love has come to me. And forever I'll hold on to. And forever I'll hold on to. Gonna hold on to you. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. The summer air by the seaside, the way it fills our lungs. The fire burns in the night sky. This life will keep us young, yeah, keep us young. And we will sleep by the ocean. Our hearts will move with the tide. And we will wake in the morning to see the sun paint the sky. I'm moving far
far away to a sunny place where it's just you and me. Feels like we're